ഹലോ ഗൈസ്. ഹായ്. ഹായ്. ഞങ്ങൾ മനസ്സിലായില്ലേ, ഞങ്ങളാണ് ത്രിതളം. ഞങ്ങൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന ഒരു കുഞ്ഞൊരു റെസിപ്പി ആയിട്ടാണ്. ഇവിടെ മസ്കറ്റിൽ നല്ല മുരിങ്ങയില സീസണാണ് അപ്പോൾ നമുക്കിന്ന് ഒരു മുരിങ്ങയില വെച്ചിട്ട് ഒരു റെസിപ്പി ഉണ്ടാക്കാം. നമുക്കൊരു മുരിങ്ങയില നമ്മൾ റീൽസിലൊക്കെ റീൽസിൽ പൊതുവെ കാണാറുണ്ട് ഈ മുരിങ്ങയില താളിപ്പ് എന്ന് പറഞ്ഞ സംഭവം. നമ്മൾ വീട്ടിലൊന്നും അത് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. തീരെ ഉണ്ടാക്കാറില്ല. ഞങ്ങൾ നാട്ടിലാവുമ്പോ ഇത് ഉണ്ടാക്കാറുണ്ട്. അതെ അല്ലേ? അപ്പൊ അതൊന്ന് ഉണ്ടാക്കി ഒന്ന് കഴിച്ചു നോക്കിയാലോ എന്നൊരാഗ്രഹം. അപ്പൊ ഇന്ന് ആ റെസിപ്പി ചെയ്യാന്ന് വിചാരിക്കാണ്. ഞങ്ങളുടെ ഇവിടെ അടുത്തൊരു മുരിങ്ങ മരമുണ്ട്. അപ്പൊ അവിടെ പോയി നോക്കട്ടെ മുരിങ്ങയില കിട്ടുമെന്ന്. അപ്പൊ പോയി മുരിങ്ങയില പൊട്ടിച്ചിട്ട് വരാം. ഞങ്ങൾ മുരിങ്ങയില പൊട്ടിക്കാൻ പോണത് നല്ല വെയിലത്താട്ടാ. ഇവിടെ നിന്നെടുത്ത് നമ്മൾ ചാടേണ്ട വരും. അതിൽ പോവാ. കാണുന്നുണ്ടോ ആ മരം? നിങ്ങൾ അവിടെ കാണുന്നുണ്ടോ ദൂരെ ഒരു മല? അതുപോലെ ദൂരെ ഒരു മുരിങ്ങയ്ക്ക മരം നിങ്ങൾ കാണുന്നുണ്ടോ? അവിടെ നോക്കൂ, നമ്മുടെ ഇങ്ങോട്ടാ പോകുന്നേ. ഇതാട്ടാ പോണ വഴി. ഇതാണ് ഞങ്ങളുടെ മുരിങ്ങ മരം. ഒരു മുരിങ്ങ മരം ഇത് ഹൈറ്റാ. നമുക്കത് അവിടെ നിന്ന് പറിക്കാം. അവിടെ ഉണ്ട്. ഇതിന്ന് പറിക്കാം. ഇവിടെ എന്റെ കീശുമോള് മുരിങ്ങയില പറിച്ചോണ്ടിരിക്കും. ഇത്ര മതിയോ? എടാ ഗ്രീഷ്മ, എന്തോരം വേണം? അപ്പൊ നമ്മുടെ മുരിങ്ങയില കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഈ മുരിങ്ങ വരക്കുന്ന നല്ലോണം മുരിങ്ങക്കായുണ്ട്. ഇവിടെ ഇതിൽ നന്നായിട്ട് പൂവിട്ടിട്ടുണ്ട് കേട്ടോ. അതെ, ഇളയതാണ് ഇപ്പൊ. ഞങ്ങളിങ്ങനെ നല്ല വെയിലത്താട്ടാ പോണത്. സണ്ണിങ്ങനെ ഞങ്ങളെ കിസ് ചെയ്ത് കൊല്ലാണ്. അതന്നെ, അങ്ങനെയും പറയാം. ഞങ്ങൾ വീടെത്തിയിട്ടുണ്ട്. നമുക്ക് റെസിപ്പി ഉണ്ടാക്കിയിട്ട് കാണാം. ഒരാൾ പറയാണ് ഇത് മൊത്തം ആൾക്ക് റൈറ്റ് ഹാൻഡോണ്ടും ഒരു കൈ കൊണ്ട് തന്നെ പറിച്ചെടുക്കുന്ന പറയണേ. അപ്പൊ ഞങ്ങൾക്കത് അറിയില്ല കേട്ടാ. ചെയ്യുന്ന പറയണേ. നമ്മുടെ ഒരു കൈ മാത്രമേ, എല്ലാവരുടെ ഓരോ കൈ മാത്രമേ. ആയിക്കോട്ടെ, ഞാൻ പിടിച്ചു തരാം. അതെ, ഓക്കെ. ഞങ്ങൾ ഇതൊക്കെ പറിച്ചിട്ടാ. ഒരു ഹാൻഡ് മാത്രമേ പാടുള്ളൂ. ഞങ്ങളിപ്പോ ഇത് വൃത്തിയാക്കിയിട്ട് ഒന്ന് വാഷ് ചെയ്തിട്ട് പിന്നെ എന്നാ ചെയ്യുന്ന? പിന്നെ ഉണ്ടാക്കണം. ഷെഫ് ഇതായിക്കണം കേട്ടോ. ഞാൻ ഇതുവരെ മുരിങ്ങയില താളിപ്പ് അറിയണ ആള് ഗ്രീഷ്മ എന്ന് പറയണേ. ഗ്രീഷ്മയുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ അവളെ വിശ്വസിച്ചാണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പൊ ഞങ്ങള് വൃത്തിയാക്കിയിട്ടുണ്ട്. വെളിച്ചെണ്ണ വെച്ച് കടുകിട്ടു. ചൂടായില്ലേ? ഇട്ട് വെളുത്തുള്ളി ഇട്ടു, ഉള്ളി ഇട്ടു, പച്ചമുളക്, എണ്ണ തിളയ്ക്കണം.
പെട്ടെന്ന് കരിഞ്ഞും കൊണ്ടാട്ടെ ടേസ്റ്റ് കിട്ടുന്നു. മുരിങ്ങയില ഇടാം. അവസാനത്തെ സ്റ്റേജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കറി. ഈ കഞ്ഞികളും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ എങ്ങനെയുണ്ട്? ഉപ്പൊക്കെയാണോ? ഇവിടെ അങ്ങനെ കുടിക്കാറൊന്നുമില്ല ഈ കഞ്ഞി വെള്ളം. അത് വെച്ചിട്ട് ഇത്രയും ടേസ്റ്റ് ആയിട്ടൊരു സാധനം ഉണ്ടാക്കാൻ പറ്റാന്ന് പറഞ്ഞിട്ട് ആൾക്കാർക്കൊക്കെ ഇതായിരുന്നു ഇഷ്ടമല്ലേ. നന്നായിട്ടുണ്ട്. എൻ്റെ അച്ഛൻ ഈ കഞ്ഞിവെള്ളം വെച്ചിട്ട് വേറൊരു സംഭവം ഉണ്ടാക്കാറുണ്ട്. അതായത് ഈ കഞ്ഞിവെള്ളം ഒരു ഇത്തിരി എടുത്തിട്ട് പുളി, പച്ചമുളക്, പിന്നെ എന്നിട്ട് ഉള്ളി ഇതൊക്കെ കൂടി ഇട്ട് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ഞെരടില്ലേ, അതുപോലെ ചെയ്തിട്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കും. പൊളി ടേസ്റ്റ് ആക്കാം. പച്ചമുളകും ഒക്കെ കൂടി ഇട്ടിട്ട് അതും ചോറിൽ ഇതുപോലെ കഞ്ഞിവെള്ളം ഇങ്ങനെ കഞ്ഞിവെള്ളത്തിലാണ് ചെയ്യണത്. ചോറിൽ വെച്ച് കഴിക്കും. അടിപൊളിയായിട്ടുണ്ട്. അത് പറയുമ്പോൾ വായിൽ വെള്ളം വരും. സത്യം പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അതാണ് നൊസ്റ്റ് വരുന്നല്ലേ? അതെ, നൊസ്റ്റു. അപ്പൊ ഞങ്ങളുടെ മുരിങ്ങിലെ താളിപ്പ് റെഡി ആയിട്ടുണ്ട്. ഞങ്ങളതിനെ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട്. ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കാന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ ഇതിൻ്റെ കൂടെ വേറെ ഒരു കറി എടുത്തിട്ടില്ല കേട്ടോ. ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി. അപ്പൊ ഇതിന്റെ കൂടെ വേറെ ഏതെങ്കിലും കോമ്പിനേഷൻ ഉണ്ടോന്ന് അറിയില്ല. അറിയെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞു തരുന്നേ. അങ്ങനെ ലൈഫിൽ ഫസ്റ്റ് ടൈം ചോറ് കൂട്ടി കഴിക്കാം. അതെ. നിങ്ങളല്ലേ കഴിക്കാത്ത? രണ്ടുപേരും ടേസ്റ്റ് ചെയ്ത് നോക്കി. കഴിക്കടാ, കഴിക്കേ. കൊള്ളാട്ടാ. അടിപൊളിയായിട്ടുണ്ട്. നേരെ കറിയതൊന്നും ഇല്ലെങ്കിലും കഴിക്കാം. നല്ല ടേസ്റ്റ്. കുറച്ചും കൂടി ഉപ്പ് കാണും. നല്ല രസം കിട്ടാം. അതെ, ഉപ്പ് ചൂട് ഇട്ടായിരുന്നു. നല്ല രസം കിട്ടാ. എനിക്കിഷ്ടായി. വന്നിട്ടും ഞാൻ ഇത് കണ്ടപ്പോ കഞ്ഞവെള്ളത്തിൽ ഇത് ഇങ്ങനെ ടേസ്റ്റ് ഉണ്ടാവോ എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. ഇതാകുമ്പോ മുട്ടയൊക്കെ ഇട്ടിട്ട് ഇത് ഉപ്പേരി വെക്കും. ആ സാധനം ഞാൻ കഴിച്ചിട്ടുണ്ട്. മുരിങ്ങയിലയില് മുട്ട ഇട്ട് ചിക്കി വെക്കുന്നേ. ഇത് നല്ലതാട്ടാ. അടിപൊളിയായിരുന്നു. അപ്പൊ ട്രൈ ചെയ്യാത്തവര് ട്രൈ ചെയ്യണം കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ഇഷ്ടമായി എന്തായാലും. അപ്പം ഞങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ നിങ്ങൾ ഇത് ഉണ്ടാക്കിയിട്ട് ഇതുവരെ കമന്റ്സും ഞങ്ങളെ അതെ, എല്ലാവരും കമന്റ് ചെയ്യണം കേട്ടോ. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ. ബൈ. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ. ബൈ.